ഞങ്ങൾ കല്ലു മാത്രം ഇട്ടു പോകുന്നവരല്ല. കല്ലിട്ടാൽ കല്ലിൽ കല്ല് വെക്കും, കല്ലിന്റെ മീതെ കല്ല് കെട്ടും, അതൊരു വീടാകും. അത് തീരുമാനിച്ച മനുഷ്യന്റെ കൈകളിലേക്ക് ഞങ്ങൾ സമ്മാനിക്കും. ആ അനുഭവത്തിലേക്ക് നാം കടക്കുകയാണ്. 178 ഭവനങ്ങളല്ല, 178 മനുഷ്യ ജീവിതങ്ങൾ. ഞാൻ കുറച്ചു നേരത്തെ ഈ വേദിയുടെ ഈ സദസ്സിന്റെ നടുവിലിരിക്കുന്ന ശോഭന ചേച്ചിയെ കണ്ടു. അവർക്ക് കിട്ടിയിട്ടുള്ളത് 92 നമ്പർ വീടാണ്. കെട്ടിപ്പിടിച്ച് ഒരുപാട് നേരം കരഞ്ഞു. അവർ മുഖ്യമന്ത്രിയോട് പറയാൻ ഒരു കാര്യം എന്നെ ചുമതലപ്പെടുത്തി. എനിക്ക് മരണപ്പെട്ടുപോയ മകളായി ഇനി ഞാൻ ഈ 92 നമ്പർ വീടിനെ കാണും, സ്വന്തമായി നഷ്ടപ്പെട്ട ഒരു മകൾക്കു പകരമായി എന്ന് ശോഭന ചേച്ചി പറഞ്ഞപ്പോ കയ്യിൽ നിന്ന് മനുഷ്യൻ നഷ്ടപ്പെടുക എങ്ങനെയാണെന്ന് നമുക്ക് ബോധ്യപ്പെടാവുന്ന അനുഭവമുണ്ടായി. എങ്ങനെ ഈ വിജയഗാഥ കേരളത്തിന് തീർക്കാനായി? ഒരു നഗരമെന്ന മുൻപരിചയങ്ങളില്ലാത്ത, മുന്നനുഭവങ്ങളില്ലാത്ത ഒരു നാട്ടിൽ സഹായിക്കേണ്ടവർ പോലും കേന്ദ്ര ഗവൺമെന്റ് അടക്കം ക്രൂരമായ സമീപനത്തോടെ കേരളത്തെ കഴുത്തു പിടിച്ചു ഞെരിച്ചു കൊല്ലാൻ ശ്രമിച്ചപ്പോഴും കേരളം അഭിമാനത്തോടെ പറഞ്ഞിട്ടുണ്ട്, അവസാനത്തെ ദുരന്ത ബാധിതനെ കൂടി പുനരധിവസിപ്പിക്കാതെ ചുരമറങ്ങില്ല ലോകമലയാളം എന്ന യാഥാർത്ഥ്യം. അതിന്റെ ഒരു ഘട്ടത്തിലേക്കാണ് നാം കടക്കുന്നത്. 20 വർഷം വരെ ഗ്യാരണ്ടിയുള്ള ഉപകരണങ്ങളോടെ 178 വീടുകൾ, ഓരോ വീടിനും കൃത്യമായ ചുറ്റുമതിൽ, അതിൽ നിന്ന് തുറക്കുന്ന ഗേറ്റ് നേരെ റോഡിലേക്ക്, 35 സോണുകളിൽ എല്ലാ സോണിനും നടുവിൽ ഗ്രീനറി. ഈ നഗരത്തിൽ ഇനി വരാൻ പോകുന്നു കുടുംബാരോഗ്യ കേന്ദ്രം, ഈ നഗരത്തിൽ ഇനി വരാൻ പോകുന്നു ലൈബ്രറി, ഈ നഗരത്തിൽ ഇനി വരാൻ പോകുന്നു മാർക്കറ്റ്, ഈ നഗരത്തിൽ ഇനി വരാൻ പോകുന്നു കളിക്കളം, ഈ നഗരത്തിൽ ഇനി വരാൻ പോകുന്നു പൊതു ഇടം. അതെല്ലാം കൂടി പൂർത്തീകരിക്കുന്നു. ചിലർ ചോദിച്ചു, തെരഞ്ഞെടുപ്പ് വന്നാൽ, കോഡ് ഓഫ് കോണ്ടക്ട് വന്നാൽ ഏതെങ്കിലും വിധത്തിൽ ഈ പണി നിർത്തുമോ? ഈ പണി ഒരു ദിവസം പോലും നിർത്താതെ തുടർച്ചയായി അതിന്റെ പദ്ധതി പൂർത്തീകരിക്കും വരെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് മാത്രമല്ല, ഈ ദുരന്ത ബാധിതരിൽ ഇവിടെ പൂർത്തീകരിക്കുന്ന വീടുകളിലേക്ക് വരാനുള്ളവർക്ക് യഥാർത്ഥ കാലവർഷം മഴത്തുള്ളിയായി വയനാട്ടിന്റെ തലയ്ക്കുമീതെ പതിക്കുന്നതിന് മുമ്പ് ഈ വീട്ടിലേക്ക്, ഈ നഗരത്തിലേക്ക് വരേണ്ട അവസാനത്തെയാളുടെ താക്കോലും കൈമാറാൻ കഴിയുന്ന വിധത്തിൽ അഭംഗുരമായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും. ഈ മാസം വരെ 6000 രൂപയുടെ വാടക ഈ ഗവൺമെന്റ് മുടക്കിയിട്ടില്ല.